രാജ്യത്തിന്റെ സമുദ്ര വ്യവസായ മേഖലയെ സമ്പന്നമാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടുത്തിയത്. 25,000 കോടി രൂപയുടെ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് പ്രഖ്യാപിച്ചതിന്റെ ഗുണങ്ങൾ തലമുറകൾ നിലനിൽക്കും. സമുദ്രോൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സർക്കാർ തീരുമാനം കേരളത്തിനുമേറെ പ്രയോജനപ്രദമാകും. മത്സ്യോൽപാദനത്തിലും അക്വാകൾച്ചറിലും ആഗോളതലത്തിൽ ഭാരതം 2ാം സ്ഥാനത്താണ്. രാജ്യത്തെ സീഫുഡ് കയറ്റുമതിയുടെ മൂല്യം 60,000 കോടി രൂപയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സമുദ്രമേഖലയുടെ സുപ്രധാന പങ്ക് തിരിച്ചറിഞ്ഞ് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ സമുദ്രോൽപ്പന്നത്തിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. മാരിടൈം വ്യവസായത്തിനുള്ള ദീർഘകാല ധനസഹായമായി 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട് പ്രഖ്യാപിച്ചു. 49% സർക്കാർ നിക്ഷേപവും ബാക്കി തുറമുഖങ്ങൾ മുഖേനയും സ്വകാര്യ പങ്കാളിത്തവും ഉൾപ്പെടുത്തിയാണ് മാരിടൈം വികസന ഫണ്ട്. തദ്ദേശീയ കപ്പൽ നിർമ്മാണത്തിനും അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്ന പദ്ധതികൾ വ്യാവസായിക തൊഴിൽ മേഖലകളിൽ വിപ്ലവത്തിന് വഴിവെക്കും. Maritime Development Fund for long-term financing for the maritime industry, a maritime development fund with a corpus of 25,000 crore rupees will be set up. This will be for distributed support and promoting competition. This will have up to 49% contribution by the government, and the balance will be mobilized from ports and from private sector. കപ്പലുകളുടെ ശ്രേണി, വിഭാഗങ്ങൾ, ശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സൗകര്യമൊരുക്കും. ഇതിനു പുറമെ കപ്പൽ നിർമ്മാണത്തിലെ നൈപുണ്യ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് വലിയ കപ്പലുകളടക്കം നിർമ്മിക്കാൻ ഉതകുന്ന തരത്തിൽ കപ്പൽ നിർമ്മാണ വസ്തുക്കളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള ഇളവ് 10 വർഷത്തേക്ക് കൂടി തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.